നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദ്യമാണെങ്കിലും മഹേഷിന്റെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. ആദ്യക്ക് ഭയങ്കര വാശിയാണ്. തന്റെ ഡാഡിയുടെ കൂടെ താൻ വീട്ടിലേക്ക് പോയില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും കിരണൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്താടാ ആദി, നീ ചിപ്പിക്ക് വാക്ക് കൊടുത്തല്ലേ ചെല്ലാന്ന്, എന്നിട്ട് നീ പോവാതിരിക്കുന്ന മോശമെന്ന് പറയണം. ഞാൻ പോവത്തില്ല, നീ എന്നെ നിർബന്ധിക്കരുതെന്ന് പറയാം. ഇങ്ങനെ പറയരുത് ആദി എന്നൊക്കെ പറഞ്ഞിട്ട് സൂരജും ചക്കി എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. എല്ലാവരും ആദ്യയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം ചിപ്പി വന്നിട്ട് പറഞ്ഞു, എന്താ ആദ്യമായിട്ടത്, ആദ്യണ്ട് എനിക്ക് വാക്ക് തന്നല്ലേ, അപ്പൊ ആദ്യന്റെ കുഞ്ഞനുജയത്തോട് ആദ്യണ്ട് ഇത്രമാത്രം സ്നേഹമുള്ളോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ആദ്യം പറഞ്ഞു, ആ ശരി ഞാൻ വരാന്ന് പറയണ. ചിപ്പിക്ക് സന്തോഷമായി. അങ്ങനെ മഹേഷ് കാറിലേക്ക് കയറിയിരുന്നു. ഈ സമയത്ത് ചിപ്പി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തിട്ട് ആദ്യയോട് പറഞ്ഞു, ആദ്യമായിട്ടും കയറാൻ പറയണം. വേണ്ട, ഞാൻ ഫ്രണ്ടിൽ കയറുന്നില്ല, നീ കയറിക്കോ, ഞാൻ ബാക്കി കയറിക്കോളാന്ന് പറയാം. ആദ്യമായിട്ടും ആദ്യമായിട്ടാന്ന് പറയണം. കിരൺ പറഞ്ഞു, നീ എന്താ ആദ്യം നോക്കി നിൽക്കുന്നേ, അങ്ങോട്ട് കയറാൻ പറയണം എന്ന് പറഞ്ഞ് ആദ്യം തള്ളി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കയറ്റി വിടുവാണ്. ആദ്യക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിപ്പിയും കൂടെ കയറി കഴിഞ്ഞപ്പം മഹേഷ് ഒഴിഞ്ഞ് പോകാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പം മഹേഷ് കാർ നിർത്തി. എന്താ ഡാഡി എന്താ ഇവിടെ കാർ നിർത്തിയെന്ന് ചിപ്പി ചോദിക്കണം. അത് പിന്നെ ഐസ്ക്രീം വാങ്ങേണ്ടതിരിക്കുക, ആ വേണമെന്ന് പറയാണ്. പിന്നീട് ചിപ്പിയോട് ചോദിച്ചു, മോൾക്ക് ഏത് ഫ്ലേവറാ? എനിക്ക് ബട്ടർ സ്കോച്ച്. അപ്പം മോനോന്ന് ചോദിക്കണം. എനിക്കൊന്നും വേണ്ടാന്ന് പറയണം. ഒന്ന് പോയാൽ മതി എന്ന് പറയണം. ആ സമയം ചിപ്പി പറഞ്ഞു, അത് പിന്നെ ഡാഡിക്ക് അറിയാൻ മേലെ എന്നെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളതെന്നുള്ള കാര്യം, അതുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങിയാൽ മതി എന്ന് പറയാം. അങ്ങനെ മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, എന്റെ ദൈവം വരേണ്ടിയിരുന്നില്ല എന്ന് പറയണം. ചിപ്പി പറഞ്ഞു, അതെന്താ ആദ്യമായിട്ട് അങ്ങനെ പറയണേ, വരേണ്ടിയിരുന്നില്ല എന്ന്. എനിക്ക് വീട്ടിൽ ചെല്ലണം ചിപ്പി, ചിപ്പിക്ക് അറിയാലോ എന്നെ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ ടെൻഷനാവും. എനിക്ക് അത് ഓർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. ഓ, സ്കൂൾ ബസ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചാൽ പോരെ, പിന്നെ ഇത്ര മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഉറപ്പായിട്ടും എത്തിക്കും. ഇപ്പം ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാൻ പോട കാര്യം ഉണ്ടായിരുന്നു അങ്ങേർക്ക് എന്ന് ചോദിക്കണം. ഇതേ ഡാഡി വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ കാറിലേക്ക് കയറിയിട്ട് ആദ്യം ചോക്ലേറ്റ് ഐസ്ക്രീം കൊടുക്കണം. എനിക്ക് വേണ്ട, നാശം പിടിക്കാനായിട്ട് ഒന്ന് പോയാൽ മതി എന്ന് പറയണം. ചിപ്പി പറഞ്ഞു, അതെങ്കിൽ അന്നേരം ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കഴിച്ചോളാന്ന് പറയണം. അങ്ങനെ മഹേഷ് ഐസ്ക്രീം അങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് സ്വപ്നവല്ലി പുറത്തു പോയിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. ഫ്ലാറ്റിനകത്ത് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയാമണി സ്വപ്നവല്ലിയെ കണ്ടു വെച്ചു. ആഹാ, സ്വപ്നവല്ലിയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൈലാസിനെ കുറിച്ചുള്ള വല്ല വിവരം കിട്ടിയോന്ന് ചോദിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയാം. അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 ദിവസം കഴിയുമ്പോൾ കേസിന്റെ ഇതൊന്നും കെട്ടണമെങ്കിൽ പിന്നെയും ഇവിടെ പൊങ്ങി കഴിയുമ്പോൾ സ്വപ്നവല്ലി പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൈലാസിനെ വീട്ടിൽ കയറ്റി ഇരുത്തുമല്ലേ എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ ഏത് വേഷത്തിലാ പൊങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. കേട്ടോ സ്വപ്നവല്ലി പറഞ്ഞു, ദേ പ്രിയാമണി, കുത്താൻ്റെ അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ കുത്തല്ലെന്ന് പറയണം. അതെ, കുത്തുന്നല്ല ഉള്ളത് പറഞ്ഞ. രണ്ടാമതും മോളുടെ ജാതകം കൊണ്ടേ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം. ആ കൈലാസിനെ പോലൊരു ദുഷ്ടൻ നിങ്ങൾ വിശ്വസിച്ചല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവല്ലി പറഞ്ഞു, അതെ എന്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറയണം. അതെ, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, കാള പെറ്റെന്നറിയുമ്പോൾ തന്നെ നിങ്ങൾ കയറെടുക്കൂലോ, എന്തോ വലിയ സിദ്ധി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തള്ളിമറിക്കലായിരുന്നു. ഇനി മിക്കവാറും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തവിട് പൊടിയാക്കുമെന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട്. അത് കേട്ട് സ്വപ്നവല്ലി പറഞ്ഞു, ഇതേ പ്രിയാമണി, എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ നീ വരണ്ടാന്ന് പറയാം. എന്തിനു വഴക്കുണ്ടാക്കാൻ വരണം? പാവം കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ സുജിക്ക് എത്രമാത്രം വിഷമമായെന്നറിയായിരുന്നോ? പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കാനും പോകുന്നില്ല. അത് വീണ്ടും അങ്ങനെ തന്നെ ആയിരിക്കും, പിന്നെയും ചങ്കരൻ തെങ്ങയെന്ന് പറയുന്ന അവസ്ഥയായിരിക്കും എന്ന് പറയണം. സ്വപ്നവല്ലി പറഞ്ഞു, അത്രയ്ക്കൊന്നും പ്രിയാമണി പറയണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം പ്രിയാമണി പറഞ്ഞു, നിങ്ങൾ നന്നാവണം, നിങ്ങൾക്ക് കൊള്ളാം. ഇനി അവൻ വരും വീട്ടിൽ കയറ്റാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് കുറേ സമയം കഴിഞ്ഞ് ഇപ്പം ആദ്യം വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. സ്കൂൾ ബസ് വരേണ്ട സമയം കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രജനിക്ക് ടെൻഷനേ. രജന ആകാശിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആകാശേ ഇതുവരെ ആയിട്ടും അവൻ വന്നിട്ടില്ല, ആദ്യം വന്നിട്ടില്ല എന്ന് പറയണം. ആദ്യം വന്നിട്ടില്ലേ? സ്കൂൾ ബസ് വന്ന് കാണത്തില്ല, ബസ് വരാനുള്ള സമയം കഴിഞ്ഞു. 5 or 10 മിനിറ്റ് ചിലപ്പം ബസ് താമസിക്കും. അതല്ല, അരമണിക്കൂർ കഴിഞ്ഞു. അത് വല്ല ബ്ലോക്ക് ആണെങ്കിലോ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേന്ന് ചോദിക്കണം. എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര സമയം താമസിക്കാറില്ലെന്ന് പറയണം. എനിക്കറിയാം നിന്റെ മനസ്സിന്റെ ടെൻഷനാന്ന്. ചിപ്പി ചിലപ്പോൾ ആദ്യം കൊത്തിക്കൊണ്ട് ആ ഇഷിതയുടെ അടുത്തേക്ക് പോയെന്ന് ഓർത്തിട്ടല്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പം രചന പറഞ്ഞു, അത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്ക. ആ ഡ്രൈവറുടെ വല്ല നമ്പരും ഉണ്ടോ? സ്കൂൾ ബസ്സിന്റെ ഉണ്ടെന്ന് പറയണം. ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്.
വിളിച്ചു കഴിഞ്ഞപ്പോൾ രചനയോട് പറഞ്ഞു ആദ്യം ഇന്ന് സ്കൂൾ ബസ്സേ കയറിയിട്ടില്ലെന്നുള്ള കാര്യം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് ടെൻഷനായി. രചന കോൾ വെച്ചിട്ട് പറഞ്ഞു അതെ ആദ്യം സ്കൂൾ ബസ്സേ കയറിയിട്ടില്ല എന്ന്. അവൻ ഇവിടെ ഇറക്കിയിട്ടുമില്ലെന്നാ പറഞ്ഞു, അവൻ്റെ സ്കൂൾ ബസ്സിൽ ഇല്ലായിരുന്നെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ചോദിച്ചു പിന്നെ അവൻ എവിടെ പോയെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ പോകാൻ വഴിയുള്ള ഒരു സ്ഥലമേ ഉള്ളൂ, അതെങ്ങോട്ടാണെന്നറിയാലോ. ഈഷിതയുടെ അരിയിലേക്ക് ചിപ്പിമോൾ അവളെയും വിളിച്ചോണ്ട് പോയിക്കണോ. അങ്ങനെയാണ് ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം. അതെ എന്നോട് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ആ ഇഷിതയോട് എന്ന് ചോദിക്കാൻ പറയാം. ഞാൻ സ്കൂളിലേക്കൊന്ന് വിളിക്കട്ടെ, സ്കൂളിലേക്ക് ഞാൻ പോകുന്നുണ്ടെന്ന് പറയണം. ഞാൻ സ്കൂളിലേക്ക് പോയി ചോദിക്കും എന്റെ മോൻ എവിടെയെന്ന്. അത് പറയാനായിട്ട് അവര് ബാധ്യസ്ഥരാന്നൊക്കെ പറഞ്ഞിട്ട് രചന ചാടി തുള്ളി അങ്ങോട്ട് പോവാണ്. ആ സമയം ഇഷിത സ്വപ്നവലി അടുക്കളയിലായിരുന്നു. ഇഷിതയോട് സ്വപ്നവലി പറഞ്ഞു ഇന്ന് ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞോണ്ടാ പോയിരിക്കുന്നേ. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ആദ്യം ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യത്തില്. പക്ഷെ ചിപ്പിമോൾ ആള് മിടിക്കാന്ന് പറയണം. അവള് കാരണമല്ലേ ഇപ്പൊ ആദ്യം ഇങ്ങോട്ടേക്ക് വരണേന്നൊക്കെ പറയാം. അതിന് പകരമായിട്ട് ഇഷിത ചിരിക്കുവതെ. ഇഷിത പിന്നീട് പറഞ്ഞു ഒന്നും അല്ലേലും അവർ രക്തബന്ധമല്ലേ, എത്രയാന്ന് പറഞ്ഞാലും അവരവരെ തിരിച്ചറിയാതിരിക്കുവോ. ചിപ്പിയുടെ ചേട്ടനല്ലേ ആദി, അവർക്ക് അധിക കാലം ഇങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും കഴിയത്തില്ല. അവരെ എത്ര അകറ്റാലും അവർ തമ്മിൽ ഒന്നിക്കൂന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിച്ചു. ആ എന്റെ മക്കള് വന്നാൽ തോന്നിയെന്നും പറഞ്ഞോണ്ട് ഓടിച്ചെന്ന് സ്വപ്നവലി കഥ തുറക്കുവാണ്. അപ്പോഴേക്കും മഹേഷും ആദിയും ചിപ്പിമോളും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. ആദ്യമൊക്കെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും രാമനാഥനും വന്നു. രാമനാഥൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. സ്വപ്നവലി പറഞ്ഞു എടാ മോനെ നിന്നെ കാണാനായിട്ട് ഈ അച്ചമ്മയ്ക്കും അച്ഛനൊക്കെ എത്ര കൊതി ഉണ്ടായിരുന്നറിയാവോ. ആദ്യം പറഞ്ഞു എനിക്കും കൊതിയില്ലാഞ്ഞിട്ടാണോ, എനിക്കും കാണാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അറിയാലോ എന്നെ ഇങ്ങോട്ടേക്ക് വിടണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ സ്വപ്നവലി അകത്തേക്ക് കയറിപ്പോയി. ആ സമയം ഇഷിത ചായ കൊടുത്തു വിട്ടു കയ്യിലേക്ക്. ആ സ്വപ്നവലി ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു മോൻ ഇത് കുടിക്കാൻ പറയാണ്. അപ്പോഴേക്കും ചിപ്പിമോൾ പറഞ്ഞു ഓഹോ ഇപ്പൊ മോനെ മാത്രം മതിയില്ലേ, അപ്പൊ എന്നെ വേണ്ടല്ലേ, ഞാനിപ്പോ വെറുതെക്കാരിയല്ലേ എന്ന് ചോദിക്കണം. ഞാനാണല്ലോ ആദ്യമായിട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ, എനിക്കെന്നിട്ട് ഇപ്പൊ ഒരു വിലയില്ല. അയ്യോ ഇത് പിന്നെ അച്ഛമ്മയുടെ പൊന്നു മോളല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കണം. അല്ല എന്റെ അമ്മ എന്തിയെ, എന്റെ അമ്മയെ ഞാൻ കണ്ടില്ലോ എന്ന് പറയണം. അതും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി പോയി. ഈ സമയത്ത് ഇഷിത അടുക്കളയിലുണ്ടായിരുന്നു. എന്നാ അമ്മ ഇവിടെ നിൽക്കുമായിരുന്നു. ഇങ്ങോട്ട് വാ, അവിടെ ആദ്യേട്ടൻ വന്നിട്ടുണ്ട്, ആദ്യേട്ടൻ അമ്മയ്ക്ക് കാണണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ചാണ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ദേ നോക്ക ആദ്യേട്ടാ, ഇതാരാ നോക്ക, ഇത് എന്റെ അമ്മയാ, ഇഷിത അമ്മയാന്ന് പറയണം. ആദ്യം ഇങ്ങനെ ഒന്ന് ഇഷിതയെ നോക്കി. പിന്നീട് ആദ്യയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. താൻ മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്നതും തന്നെ നോക്കിയതും താൻ അമ്മയെന്ന് വിളിച്ചതല്ല, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ ബോധം അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ആദ്യേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോളും കിടന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും കൂടെ ഒരു വിധി ആദ്യനെ കൊണ്ട് മുറി കൊണ്ട് കിടത്തുവാണ്. കിടത്തി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ്. അതെ വിഷമിക്കൊന്നും വേണ്ട മോളെ, മോള് സമാധാനമായിട്ട് ഇരിക്കാൻ പറയണം. പക്ഷെ ചിപ്പിമോള് കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല, ഒരേ കരച്ചില. ഈ സമയത്ത് മഹേഷിനോട് ഇഷിത പറഞ്ഞു അതെ ഒരു പക്ഷേ എങ്കില് ഇവൻ ഉറക്കം ഉണർന്നു കഴിയുമ്പം ഇവന്റെ മനസ്സിൽ എന്റെ ആ ഇരട്ട മുഖം മായു എന്ന് പറയണം. ഇരട്ട മുഖം, അതെ എന്നെ കാണുമ്പോൾ ഇവനൊരു ഇരട്ട മുഖം എത്രയും കാലം ഫീൽ ചെയ്തോണ്ടിരുന്നേ, അത് മായു എന്ന് പറയണം. ഈ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ട് വീണ്ടും വന്നു. ചിപ്പിയോട് പറഞ്ഞു മോൾ ഇത്തിരി വെള്ളം അച്ഛമ്മ എടുത്തോണ്ട് ഞാൻ പറ എന്ന് പറയണം. അങ്ങനെ ചിപ്പിമോൾ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ചിപ്പിമോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം പറഞ്ഞു മോൾ ഇവിടെ നിൽക്കേണ്ട, കരയൊന്നും വേണ്ട, മോൾ അങ്ങോട്ടേക്ക് വെക്കോ. മഹേഷേ ഇതേ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. അങ്ങനെ മഹേഷ് ചിപ്പിയും കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദ്യമാണെങ്കിൽ ഇങ്ങനെ കിടക്കുക. പെട്ടെന്ന് ഇഷിത എന്ത് ചെയ്യണം, മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു. ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കി. അതിന് മെഡിസിനൊക്കെ എടുത്തിട്ട് ആദ്യമൊക്കെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കുവാണ്. ഡോക്ടറാണല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാലോ. ആ സമയം രജന ആ പാടെ ഭ്രാന്ത് പിടിച്ച് മറ്റൊരു സ്കൂളിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പ്രിൻസിപ്പളിനെ വിളിച്ചു എന്റെ മോൻ എവിടെ, രാവിലെ എന്റെ മോനെ ഞാൻ സ്കൂളിലേക്ക് വിട്ടതാ, പക്ഷെ എന്റെ മോൻ തിരിച്ചെത്തിയിട്ടില്ല, നിങ്ങൾ ഉത്തരം പറയണം എന്നും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിന് മുന്നിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പ്രിൻസിപ്പാൾ എന്ത് ചെയ്യണമെന്നോട് അറിയത്തില്ല, ഒരു അന്താളിപ്പോടുകൂടി നിൽക്കുക. ആ സമയത്ത് ഇഷിത ആദ്യയുടെ അടുത്ത് ആദ്യം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആദ്യയുടെ അടിയിൽ തന്നെ ഇരിക്കുകയാണ്. ആ നെറ്റിയിലൊക്കെ തൊട്ട് തലോടി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഇവൻ എന്നെ അമ്മയെന്നാ വിളിച്ചിരുന്നേ. അന്ന് ഇവൻ എനിക്ക് തന്ന സ്നേഹം, അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഇവന്റെ സ്നേഹം എന്താന്ന്. ഒരു മകന്റെ സ്നേഹം ആദ്യമായിട്ട് തനിക്ക് കിട്ടുന്നത് അത് ഇവനിൽ നിന്നാണ് എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷവും അതോടൊപ്പം തന്നെ സങ്കടവും ഒക്കെ തോന്നുവാണ്. ഇവൻ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.